മേഘാലയ ഹണിമൂൺ കൊലപാതക കേസിലെ മുഖ്യപ്രതി സോനം രഘുവംശിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ രാത്രിയോടെ പ്രതികളെ ഷില്ലോങ്ങിലെത്തിച്ചു. രാജ് കുശ്വാഹയുമായി പ്രണയത്തിലായിരുന്നുവെന്നും മറ്റൊരാളുടെ വിവാഹത്തിൽ നിർബന്ധിച്ചാൽ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുമെന്നും സോനം കുടുംബത്തോട് പറഞ്ഞതായി കൊല്ലപ്പെട്ട രാജയുടെ മൂത്ത സഹോദരൻ മൊഴി നൽകി. ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ നിന്ന് സോനത്തെ റോഡ് വിമാനമാർഗം ഇന്നലെ ഷില്ലോങ്ങിലെത്തിച്ചു. പ്രതിയെ മേഘാലയ പോലീസ് കാർഗോ ഗേറ്റ് വഴിയാണ് വിമാനത്താവളത്തിന് പുറത്തെത്തിച്ചത്. ശേഷം ഷില്ലോങ്ങിലെ സദർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് സോനത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കി. മറ്റ് 4 പ്രതികളായ രാജ് കുശ്വാഹ, ആനന്ദ് കുർമി, ആകാശ് രാജ്പുത്, വിശാൽ സിംഗ് ചൌഹാൻ എന്നിവരെ പോലീസ് സംഘം ഇൻഡോർ വിമാനത്താവളത്തിലെത്തിച്ചപ്പോൾ യാത്രക്കാർ കയ്യേറ്റം ചെയ്തു. പ്രതികളിൽ ഒരാൾക്ക് മുഖത്തടിയേറ്റു. രാജുമായുള്ള ബന്ധത്തെക്കുറിച്ച് സോനം അമ്മയോട് പറഞ്ഞിരുന്നെങ്കിലും അമ്മ ബന്ധത്തെ എതിർത്തു എന്നാണ് രാജയുടെ മൂത്ത സഹോദരൻ ബിപിൻ നൽകിയ മൊഴിയിൽ പറയുന്നത്. ഹണിമൂൺ ആഘോഷിക്കാൻ യാത്ര തിരിച്ച സോനവും ഭർത്താവ് രാജ രഘുവംശിയും മെയ് 23-നാണ് ഷില്ലോങ്ങിലെത്തുന്നത്. എന്നാൽ പിന്നീട് ഇരുവരെയും ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായതോടെ കുടുംബം പോലീസിൽ പരാതി നൽകി. പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ജൂൺ 2-ന് വാടകയ്ക്കെടുത്ത് സ്കൂട്ടർ ഉപേക്ഷിക്കപ്പെട്ട നിലയിലും രാജയുടെ മൃതദേഹം മലയിടുക്കിലും കണ്ടെത്തിയത്. വാടക കൊലയാളിയെ ഉപയോഗിച്ചാണ് സോനം ഭർത്താവ് രാജ രഘുവംശിയെ കൊലപ്പെടുത്തിയതെന്ന് ഫോറൻസിക് പരിശോധനയിൽ പ്രതികളിൽ ഒരാളായ ആകാശിന്റെ ഷർട്ടിൽ രാജ രഘുവംശിയുടെ രക്തം പുരണ്ടതായി സ്ഥിരീകരിച്ചു. രക്തക്കറകളുള്ള സോനത്തിന്റെ റെയിൻകോട്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. രാജയെ സോനവും ആൺസുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയത് ആസൂത്രിതമായെന്നാണ് പോലീസ് കണ്ടെത്തൽ. രഘുവംശിയെ കൊലപ്പെടുത്തുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെയാണ് സോനം മേഘാലയയിലേക്ക് മധുവിധയാത്ര തീരുമാനിച്ചതെന്നും പോലീസ് പറയുന്നു. വിവാഹത്തിന് 3 ദിവസം മുൻപ് പദ്ധതികൾ പ്ലാൻ ചെയ്തു. നിരവധി മലകളും കൊക്കയുമുള്ള മേഘാലയയിൽ മൃതദേഹം ഉപേക്ഷിച്ചാൽ കണ്ടെത്താനാകില്ലെന്ന നിഗമനത്തിലായിരുന്നു പ്രതികളെന്നും പോലീസ് പറഞ്ഞു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.